ദേശീയപാതയിൽ സ്ത്രീയുടെ തലയില്ലാത്ത നഗ്നശരീരം കണ്ടെത്തി. ഉത്തർപ്രദേശിലെ കാൺപൂരിന് സമീപം ഗുജിനിയിൽ ബുധനാഴ്ച രാവിലെ 6:15 നടക്കുന്ന സംഭവം. ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം തലവെട്ടി മൃതദേഹം ദേശീയപാതയിൽ ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ മൃതദേഹം ലഭിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. 3 സംഘങ്ങളായാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മൃതദേഹം ലഭിച്ച സ്ഥലത്തിന് സമീപമുള്ള എതിർവശത്തുള്ള ആശുപത്രിയിലെ CCTV ക്യാമറയിൽ ഒരു യുവതി ദേശീയപാതയിലൂടെ നടന്നു പോകുന്നതായി കണ്ടിട്ടുണ്ട്. മൃതദേഹം ലഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ദൃശ്യമാണ് ഇത്. കൊല്ലപ്പെട്ട യുവതിയാകാം ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ദൃശ്യത്തിലെ യുവതി ധരിച്ച അതേ നിറത്തിലുള്ള വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും തുമ്പ് ലഭിക്കുമോ എന്നറിയാനായി പോലീസ് CCTV ദൃശ്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്ത്രീകളെ കാണാതായ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് യുവതിയെ തിരിച്ചറിയാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി എല്ലിന്റെയും പല്ലിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. രക്തം മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതെന്നും കുറ്റവാളികളെ കണ്ടെത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാത്ത തരത്തിൽ ശിക്ഷിക്കണമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയത്തിന് അതീതമായി BJP സർക്കാർ സംഭവം അന്വേഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരയെ തിരിച്ചറിയുന്നതിനും ഈ ഹീനമായ കുറ്റകൃത്യത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് സമഗ്രമായ അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഫോറൻസിക് വിദഗ്ധർ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അശ്രാന്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന ഏത് വിവരത്തിനും ഏജൻസികൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. യുവതിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തപ്പോൾ യുവതിയുടെ കൈകളും കാലുകളും ഒടിഞ്ഞ നിലയിലും ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതികൾ തലയറുത്ത് കൊലപ്പെടുത്തിയത് അവളുടെ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ കഴിയാത്തതാണെന്നാണ് സംശയിക്കുന്നത്. പോലീസ് ഇതുവരെ സംശയിക്കുന്നവരെയോ ഉദ്ദേശങ്ങളെയോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സാധ്യമായ എല്ലാ വഴികളും അവർ പര്യവേഷണം ചെയ്യുകയാണ്.